അപ്പോൾ ഇന്നാണ് സെറിയസ്ക ദുബായിലേക്ക് പോകുന്നത് കേട്ടോ. ജനുവരി 8-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് രാവിലെ ചപ്പാത്തി, മീൻ കറി, പിന്നെ മീൻ പൊരിച്ചതൊക്കെയാണ് നമ്മൾ രാവിലെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അത് രാവിലെ മീൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ചപ്പാത്തി ചുട്ടുണ്ട്, മീൻ കറി അയലക്കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ആക്കി ബാഗൊക്കെ എടുത്ത് വെച്ച്, ബാഗൊക്കെ ഇന്നലെ രാത്രി തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ രാത്രി തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എടുത്ത് വെച്ചു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ചായ കുടിക്കാൻ നിൽക്കുകയാണ്. രാവിലെ തന്നെ എല്ലാവരും കൂടി നേരത്തെ തന്നെ ചായ കുടിച്ചിട്ടുണ്ട്. 8 മണിയാകുമ്പോഴത്തേക്കൊക്കെ ചായ കുടിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് 11:45 ഫ്ലൈറ്റ്. അപ്പോൾ 8 മണിയാകുമ്പോഴത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 8:30 ആകുമ്പോഴത്തേക്ക് ഓട്ടോക്കാരൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ചായ കുടിക്കുകയാണ്. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് സെറിയസ്ക മാറ്റി തരാം. ദുവമോള് കാല് പിടിച്ച് പറയുകയാണ് പോകണ്ടെന്ന്. അപ്പോൾ സൈഡിൽ നിന്ന് ഇന്നലെയുണ്ട് കരച്ചിൽ, എല്ലാവരും ഇന്നലെയുണ്ട് കരച്ചിൽ. അപ്പോൾ ഇതിലുണ്ട് ഒരു ഭാഗത്തു നിന്ന് കിടന്ന് കരയുന്നുണ്ട് കേട്ടോ. മക്കൾ ആഷുമോള് വെറും കരച്ചിൽ ആൾ സമ്മതിക്കുന്നില്ല, പോകാൻ വേണ്ടി സമ്മതിക്കുന്നില്ല. രണ്ട് സൈഡിലായിട്ട് ബാഗും പിടിച്ച് കരയാണ്, പോവണ്ടെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ സെറിയസ്ക അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഓരോ മൈൻഡ് ചെയ്തെടുത്ത് ഭയങ്കര ടെൻഷനാവുമല്ലോ. ഒന്നുമില്ലാത്ത ടെൻഷനാണ് ഇപ്രാവശ്യം പോകുമ്പോൾ. ചില മക്കളായിട്ട് അധികം അങ്ങനെ നിൽക്കാറില്ല. പക്ഷേ 2-2.5 മാസം ഇപ്രാവശ്യം വന്നപ്പോൾ 2.5 മാസം ഹൗസ് വാമിങ് കഴിഞ്ഞ് 2.5 മാസം നിന്നുണ്ട്. അപ്പോൾ മക്കളും എയർപോർട്ടിലേക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഒറ്റയ്ക്ക് പോകാമെന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ മക്കളും എയർപോർട്ടിലേക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മക്കളെയും ഡ്രസ്സൊക്കെ ആഷ്മോളും ദിലൊക്കെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ പോകാൻ നിൽക്കുകയാണ്. അപ്പം ആഷ്മോളായിട്ട് ഉമ്മക്ക് കൊടുത്ത് ഇതാക്കുന്നുണ്ട്. ഭയങ്കര സങ്കടം. പിന്നെ ദിൽ ഉമ്മ കൊടുത്തപ്പോഴത്തേക്ക് ദിൽ കരയുന്നുണ്ട്. പക്ഷേ കരച്ചിൽ കാണുമ്പോഴത്തേക്കും നമുക്കും ഭയങ്കര ടെൻഷൻ കേട്ടോ. പിന്നെ ദുവമോള് വിചാരിച്ച് മാറ്റിയിട്ട് ഓളയും ദുബായിലേക്ക് കൊണ്ടുപോകണമെന്ന വിചാരം. മൂപ്പര് ഒറ്റയ്ക്ക് പോകണം, ഉപ്പച്ചി ഒറ്റയ്ക്ക് പോകണമെന്ന് അറിയുന്നില്ല. ഓളയും കൂട്ടിയിട്ട് ദുബായിലേക്ക് പോകണമെന്നാണ് വിചാരം കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്ക് പറഞ്ഞു, ബാഗ് കൊടുത്ത് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ആഷ്മോളതാ കരയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഓളുക ഭയങ്കര 2-3 ദിവസം മുമ്പേ ഉണ്ട് ഈ ടെൻഷൻ കേട്ടോ. പോവണ്ട അതെല്ലാ പ്രാവശ്യം. പിന്നെ അമ്മനോട് യാത്ര പറയുന്നുണ്ട്. നമുക്കും നല്ല ടെൻഷനുണ്ട് പോകുന്നതിനെന്ന് വെച്ചാൽ ഇവിടെ ആരും ഇല്ലല്ലോ. ഉമ്മനോടൊക്കെ പറഞ്ഞത് ഉപ്പനോടും യാത്ര പറയുകയാണ്. പക്ഷെ ഭയങ്കര ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഭയങ്കര ഒരു ടെൻഷനാണ് സിറ്റുവേഷനാണ്. എന്ന് വെച്ചാൽ നമുക്കെല്ലാവരും ഉണ്ട്, അവർക്ക് ആരുമില്ല. നമുക്ക് അമ്മയുണ്ട്, വാപ്പുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. അവരൊറ്റക്കാണ് അവിടെ. അപ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഉപ്പനോടൊക്കെ പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് മക്കളും ഇറങ്ങിയിട്ട് ഞാനും മക്കളും ഇറങ്ങിയിട്ട് കേട്ടോ. ഓട്ടോയിലേക്കാണ് ഇപ്പോൾ ഉമ്മേതാ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇടയിൽ കൂടി നമ്മൾ ഓട്ടോ റോഡ് സൈഡിൽ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ വാപ്പയും മക്കളും ഞാനത് അങ്ങോട്ട് പോകുന്നത് ഓട്ടോ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നമ്മൾ ഓട്ടോ കയറി പോവുകയാണ് കേട്ടോ. പക്ഷെ ഓട്ടോ എന്നൊക്കെ മക്കൾ 3 ആളും സൈലൻറ്റ്. ആയിഷമോളെ കണ്ണീര് തോരുന്നില്ല, നിൽക്കണേ ഇല്ല ആയിഷമോളെ കരച്ചിൽ. സെറിയസ്ക അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യം എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്, എന്താണെന്നറിയില്ല, കുറേ നിന്നതിനെ കൊണ്ടിട്ടാണോ എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷന്. അപ്പോൾ നമ്മളങ്ങനെ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ ഓട്ടോയിൽ. ഇതിലാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് പുറത്ത് നോക്കി നിൽക്കുകയാണ്. സംസാരിക്കുന്നൊന്നുമില്ല, മക്കളായിട്ട് സംസാരിക്കുന്നതാക്കുന്നൊന്നുമില്ല. അങ്ങനെ നമ്മൾ കാലിക്കറ്റ് എയർപോർട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. എയർപോർട്ടെത്തി. അപ്പോൾ മക്കളതുവരെ സൈലൻ്റായിട്ടിരുന്ന്. പിന്നെ എയർപോർട്ട് എത്തിയപ്പോൾ പിന്നെയും കരച്ചിൽ തുടങ്ങി മക്കളത്. പിന്നെ അതിൻ്റെ ഇടയിൽ മിഠായിയൊക്കെ വാങ്ങിക്കൊടുത്ത്, ഇറങ്ങി മിഠായിയൊക്കെ വാങ്ങിക്കൊടുത്ത്. അങ്ങനെ കാലിക്കറ്റ് എയർപോർട്ടാണ് കാണുന്നത്. അപ്പോൾ ഓട്ടോ ഇറങ്ങി നടക്കുകയാണ്. മൂപ്പര് നമ്മളോട് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങണ്ടായ ഓട്ടോ തന്നെ പോയിക്കോ, ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞില്ല നമ്മൾ ഇറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് 3 കൂടിയിട്ട് കൈ പിടിച്ച് പോവുകയാണ്. അങ്ങനെ പിന്നെ അധികം നമ്മൾ നിന്നില്ല. ദുവമോളായിട്ടൊക്കെ യാത്ര പറഞ്ഞ് ദുവമോൾ വിചാരിച്ചിപ്പോൾ ഓളെയും കൊണ്ടുപോകുന്നതാണ് ഓളെ വിചാരം. ഓൾക്ക് യാതൊരു ഐഡിയ ഇല്ല എന്താണെന്നുള്ളത്. ഓളെയും കൊണ്ട് പോകുമെന്ന് വിചാരിച്ച് നമ്മളോടൊക്കെ സലാം പറഞ്ഞ്. അപ്പോൾ നല്ല രീതിക്ക് 11:45 ഫ്ലൈറ്റ്. അപ്പം 2 മണിക്കൂർ മുമ്പേ എത്തണമല്ലോ. അപ്പോൾ ടാറ്റ കാണിക്കുന്നുണ്ട് ദുവമോള്. അങ്ങനെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഉള്ളിലേക്ക് പോയപ്പോൾ ദുവമോളും
ഇതിൽ ഭയങ്കര ടെൻഷനിലാണ് നിൽക്കുന്നത്. അതാ ദോമോളാണെങ്കിൽ ഇപ്പച്ചിയെ ഇപ്പച്ചിയെ എന്ന് വിളിക്കുക, അതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പച്ചിയെ ഇപ്പച്ചിയെ എന്ന് വിളിക്കുന്നുണ്ട്. അഷ്മോള് വിളിക്കുന്നു, അഷ്മോള് കരയുന്നു ഇപ്പച്ചിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓളെന്തൊക്കെയോ ഉണ്ട്, നുള്ളിപ്പറിക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട്. ദോമോള് ഉള്ളിലേക്ക് പോയിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയിട്ട് ഡാറ്റ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ കാത്തു നിൽക്കുകയാണ്, മൂന്നാളും നോക്കി നിൽക്കുന്നുണ്ട്. പ്രവാസികൾക്ക് അറിയാം അവരെ സിറ്റുവേഷൻ എങ്ങനെ ആവും എന്നുള്ളത്, എത്രത്തോളം സങ്കടം ഉണ്ട് എന്നുള്ളത് പ്രവാസികൾക്ക് മാത്രമേ അറിയാൻ പറ്റൂ. പ്രവാസികൾക്കും അവരുടെ ഭാര്യമാർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ആ ഒരു സാഹചര്യം വന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഈ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഉള്ളിലേക്ക് പോയിട്ട് നമ്മൾ ഓട്ടോക്കാരനെ തിരിച്ച് വിളിച്ചിട്ട് തിരിച്ച് പോവുകയാണ്. അഷ്മോള് അഷ്മോളെ കരച്ചിൽ നിൽക്കണേ ഇല്ല, കണ്ണീര്. നമ്മൾ വേഗം തന്നെ അധികം നിന്നില്ല, ഒരു 10 മിനിറ്റ് എയർപോർട്ടിൽ നിന്നിട്ടുള്ളൂ. പിന്നെ ഇവർക്കാണെങ്കിൽ വാപ്പ എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും എപ്പോൾ നോക്കിയാലും ഇങ്ങനെ കൊണ്ടുപോകുന്നതാണല്ലോ, പുറത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നതാണല്ലോ. അങ്ങനെ അവിടെ എത്തി. നമ്മൾ വീട്ടിലെത്തിയപ്പോൾ നമ്മൾ ഇവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചു. സിറാസ്ക ഫ്ലൈറ്റിലേക്ക് കയറിയിരിക്കുകയാണ്. ഫ്ലൈറ്റിലേക്ക് കയറി നിന്നപ്പോൾ വീഡിയോ കോളൊക്കെ ചെയ്യാണ്. വീഡിയോ കോൾ ചെയ്യുമ്പോൾ അതാ മക്കളായിട്ടൊക്കെ സംസാരിച്ച് ഫ്ലൈറ്റ് കാണിച്ചുകൊണ്ടാ തോമോളിൻ്റെ കൂട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പെരുങ്കരച്ചിൽ. അങ്ങനെ ടെൻഷൻ, ഇങ്ങോട്ടേക്ക് നോക്കുന്നില്ല, ഫോണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മക്കളെ കരച്ചിലും ഇതൊക്കെ കാണുമ്പോൾ കൂടുതലായിട്ട് ടെൻഷനാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇങ്ങോട്ടേക്ക് നോക്കാണ്ടിരിക്കുന്നത്. അങ്ങനെ ഫ്ലൈറ്റ് കയറാൻ നേരത്തും പിന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റ് പോകുമ്പോൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്കാൻ കണ്ടാൽ നോക്കി ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ മക്കളോടൊക്കെ പറഞ്ഞ് 2 മാസം കൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ അഷ്മോള് പറയുന്നുണ്ട് 2 മാസം എന്ന് പറഞ്ഞാൽ എത്ര ദിവസമാണ്, ആ ഒരു ദിവസം കലണ്ടറിൽ അടയാളപ്പെടുത്തി ഇന്നത്തെ ഒരു ദിവസം എന്ന് കഴിഞ്ഞ് ഇനി 59 ദിവസം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അഷ്മോൾ ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. അപ്പോൾ മോളായിട്ടൊക്കെ ഇതാ വീഡിയോ കോൾ ഇങ്ങനെ ഫ്ലൈറ്റ് പൊങ്ങുന്നവരെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നെറ്റ് കട്ടാകുന്നവരെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ദോമോളടുത്തായിരുന്നു പോകുന്നത്. ദോമോൾ നിന്നിട്ട് അങ്ങനത്തെ ഫ്ലൈറ്റ് പൊങ്ങുന്നുണ്ട്. ഫ്ലൈറ്റ് പൊങ്ങുന്നത് അങ്ങനെ കാണിച്ചു തരികയാണ്. ഫ്ലൈറ്റ് ഇങ്ങനെ നീങ്ങി പോകുന്നത് അങ്ങനെ മക്കൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ആ വിൻഡോൻ്റെ സൈഡിലായിരുന്നു ഇരുന്നത്. അപ്പോൾ ഇങ്ങനെ വിൻഡോ പോകുന്നത്. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് അവിടെ എത്തിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ദുആ